സീക്രട്ട് ഏജന്റിനെ അറിയാമോ? ആ ഒരു ചോദ്യം മലയാളികളോട് ചോദിച്ച് ചിലപ്പോൾ അവർ എൻ്റെ മോന്തൊക്കെ ഇട്ട് കുത്തൊന്ന് പോടാന്ന്. ഞങ്ങൾക്ക് അറിയാമല്ലാണ്ട് പിന്നെ ഞങ്ങൾക്കൊക്കെ അറിയാം സീക്രട്ട് ഏജന്റിനെ. അവൻ വലിയ ഡയലോഗ് അടിക്കാൻ വന്നതാണ് അങ്ങനെ പറയും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ആരാണ്? സീക്രട്ടായിട്ട് രഹസ്യമായിട്ട് അന്വേഷിക്കുന്നത് ആരാണ്? ആരാണത്? സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറാണ്. അദ്ദേഹം കാറിനുള്ളിൽ ഇരുന്ന് വീഡിയോകൾ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹം കാറിനുള്ളിൽ ഇരുന്നാണോ വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത്? അല്ല. സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ യൂട്യൂബർ വീടിന്റെ അകത്തും മുറിയുടെ അകത്തും കസാരയിലിരുന്നും സ്റ്റൂളിലിരുന്നും ബെഞ്ചിലിരുന്നും സോഫയിലിരുന്നൊക്കെ വീഡിയോ ചെയ്ത ഒരു മനുഷ്യനായിരുന്നു ആദ്യകാലത്തൊക്കെ. 3 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ വീഡിയോകൾ 3 വർഷം മുമ്പുള്ള വീഡിയോകൾ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും. പിന്നീട് ഒരു 2-2.5 വർഷമൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം കാറിന്റെ അകത്ത് സ്ഥിരമായിട്ടിരുന്ന് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയത്. കുറച്ച് ഒരു വീടിന്റെ അകത്ത് ഒരു 3-4 വീഡിയോ ചെയ്യും. അത് കഴിയുമ്പോൾ കാറിന്റെ അകത്ത് ഒരു 10 വീഡിയോ ചെയ്യും. അത് കഴിഞ്ഞാൽ വീടിന്റെ അകത്ത് മുറിയിലിരുന്ന് വീഡിയോ ചെയ്യും. അങ്ങനെ വീഡിയോ ചെയ്യണതല്ല അദ്ദേഹത്തിന്റെ പ്രത്യേകത. അദ്ദേഹം പറയുന്ന വിഷയങ്ങളുടെ വ്യക്തതയാണ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. കാരണം ഇന്നൊരു വിഷയം ഉണ്ടായാൽ ആ വിഷയത്തിന് കൃത്യമായിട്ട് അവതരിപ്പിക്കാനായിട്ട് കഴിവുള്ള ഒരു യൂട്യൂബറായിട്ട് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ സായി കൃഷ്ണൻ വളരുകയായിരുന്നു. സായി കൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബിഗ് ബോസിൽ വന്നപ്പോഴാണ് കൂടുതലും പേര് സായി കൃഷ്ണയെ കൂടുതലായിട്ട് അറിഞ്ഞത്. പക്ഷെ ബിഗ് ബോസിൽ വന്നപ്പോൾ സായി കൃഷ്ണയുടെ ആ ഒരു നിലനിൽപ്പൊക്കെ വളരെ ശോകമായിരുന്നു. കൃത്യമായ ഒരു പോരാട്ടങ്ങളൊന്നും നടത്താതെ പെട്ടെന്ന് തന്നെ പുറത്താവുകയായിരുന്നു. കാറിനുള്ളിലിരുന്ന് അദ്ദേഹം ഓരോ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രതിപാദിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു എനർജി ഒന്നും ബിഗ് ബോസിൽ വന്നപ്പോൾ കാണപ്പെട്ടില്ല. അത് അദ്ദേഹത്തിനെതിരെ വലിയ ട്രോളുകളും വിമർശനങ്ങളൊക്കെ ഉയർത്തി. അത് എന്തോ ആവട്ടെ, അത് കഴിഞ്ഞല്ലോ, ആ വിഷയം കഴിഞ്ഞല്ലോ. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സായി കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബർ ഏറ്റവും കൂടുതൽ വ്യൂസ് നേടിയിട്ടുള്ള വീഡിയോകളെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ വീഡിയോ നമ്മുടെ തൊപ്പി ഉണ്ടല്ലോ, തൊപ്പി, ഗെയിം കളിക്കുന്ന തൊപ്പി, ആ തൊപ്പിയുടെ വീഡിയോ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു റീച്ച് കിട്ടിയതും ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയതും. 1.1 മില്യൺ വ്യൂസ് ആണ് ആ വീഡിയോക്ക് കിട്ടിയത്. തൊപ്പിയെ പോലീസുകാരെ അറസ്റ്റ് ചെയ്യാനായിട്ട് കഥക് പൊളിച്ചൊക്കെ പിടിച്ചുകൊണ്ട് പോകാനൊക്കെ വന്നില്ലേ, ഓർക്കുന്നില്ലേ? തൊപ്പി വാ ലീ എന്ന ഒരു വാക്ക് പറഞ്ഞ് അത് സോഷ്യൽ മീഡിയയിലെ കുറേ പേർക്കെതിരെ അധിക്ഷേപ തരത്തിൽ ഇങ്ങനെ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഓരോ കേസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വിഷയം കണക്കിലെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നു. ആ അറസ്റ്റ് ചെയ്യാൻ വന്ന രീതി വ്യത്യസ്തമായിരുന്നു. കഥക് കുറ്റിയിട്ടേക്കായിരുന്നു തൊപ്പി. അപ്പൊ കഥകൊക്കെ പൊളിച്ചിട്ട് പിടിക്കണോനെ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് കോമഡി ആയിരുന്നു സംഭവം. അപ്പൊ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ട വീഡിയോ ഒക്കെ ആയിരുന്നു 1.1 മില്യൺ വ്യൂസ് ഫസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. രണ്ടാമത്തെ സ്ഥാനം കിട്ടിയിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് വ്യൂസിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്ന വീഡിയോ ഒരു മീശക്കാരനുണ്ടായില്ലേ ടിക്ടോക്കിൽ, മീശയൊക്കെ ഇങ്ങനെ പിരിച്ചു വെച്ചിട്ട് ചുണ്ടൊക്കെ ഫിൽറ്ററൊക്കെ ഇട്ട് ചുമപ്പിക്കും. എന്നിട്ട് ഉണ്ണിമുകുന്ദന്റെ കൂട്ടൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു ആളുണ്ടായിരുന്നില്ലേ, വിനീത്, പേര് വിനീത്, മീശ വിനീത് എന്നൊക്കെയാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ പുള്ളീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏതോ കേസും കാര്യങ്ങളും എന്തൊക്കെ കേസൊക്കെ ഉണ്ട് ഇവർക്ക്. അപ്പൊ അതിൽ അറസ്റ്റ് ചെയ്ത സമയത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ പുള്ളി ഫിൽറ്റർ ഇട്ട് ചെയ്യുന്ന കാരണം പുള്ളീനെ ഇൻസ്റ്റയിലും പോട്ടെ ടിക്ടോക്കിൽ കാണുമ്പോൾ ഫേസ് ഒക്കെ നല്ല തുടുത്ത് ചുമന്ന് നല്ല തക്കാളിപ്പഴം പോലെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഫിൽറ്റർ ഇടാതെ കാണുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ. അപ്പൊ ആ ഒരു പ്രത്യേകതയൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് ചെയ്ത വീഡിയോ ഒക്കെ ആയിരുന്നു 2ാം സ്ഥാനം വ്യൂസിന്റെ കാര്യത്തിലേക്ക് കടന്നു വന്നത്. 21 മിനിറ്റ് ഉണ്ടായ ആ വീഡിയോക്ക് കിട്ടിയത് 1 മില്യൺ വ്യൂസ് ആണ്. അത് 2 വർഷം മുമ്പാണ്. ഇപ്പൊ ഞാൻ ആദ്യം ഫസ്റ്റ് പറഞ്ഞ വീഡിയോ തൊപ്പിയുടെ വീഡിയോ ചെയ്തത് 2 വർഷം മുമ്പാണ് കേട്ടോ. അപ്പൊ തൊപ്പിയുടെ വീഡിയോക്ക് വ്യൂസിന്റെ കാര്യത്തിൽ 1ാം സ്ഥാനം. 2ാം സ്ഥാനം നമ്മുടെ മീശ വിനോദ് ടിക്ടോക്കിൽ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളെ പറ്റിയുള്ള വീഡിയോ ചെയ്തതിന് 2ാം സ്ഥാനം. 3ാം സ്ഥാനത്ത് നിലനിൽക്കുന്ന വീഡിയോ ഏതാന്ന് ചോദിച്ചാൽ അത് സിനിമ റിവ്യൂ ചെയ്തതിനാണ്. മാർക്കോ എന്ന് പറഞ്ഞ് ഉണ്ണിമുകുന്ദന്റെ ചിത്രം ഇറങ്ങിയപ്പോൾ ആ സിനിമയുടെ ആ മൂവീനെ കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് റിവ്യൂ ചെയ്തു നമ്മുടെ സായി കൃഷ്ണൻ, സീക്രട്ട് ഏജന്റ് ചെയ്തു. ആ വീഡിയോ അങ്ങനെ അലയടിച്ചു. അതിൽ ആ വീഡിയോയിൽ സായി കൃഷ്ണ തുടക്കത്തിൽ തന്നെ ബണ്ണ് ഇങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് ഞാൻ ചെവി കടിച്ചു മുറിച്ച് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് സിനിമയെ കുറിച്ചൊക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കുറെ പേരൊക്കെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇട്ട് കൂട്ടുന്നുണ്ടായിരുന്നു. ഉണ്ണിമുകുന്ദനെ വെച്ച് അരിയണ്ണൻ കാശ് ഏറെ മേടിച്ചു കൂട്ടുന്നു, ആ തരത്തിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതായത് സായി കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ആ പേരിനോട് ചേർത്ത് പറയുന്ന ഒരു വാക്കായി മാറി അരിയണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അത് കളിയാക്കി പറയുന്നതാണ്. അത് എന്തോ ആവട്ടെ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ 3ാമത് വരുന്നത് ആ വീഡിയോക്കാണ്. ഉണ്ണിമുകുന്ദന്റെ മാർക്കോ എന്ന് പറഞ്ഞ ചിത്രത്തിനെ കുറിച്ച് മൂവി റിവ്യൂ ചെയ്ത വീഡിയോ ഒക്കെ ആയിരുന്നു. അതിന് 1 മില്യൺ വ്യൂസ് ആയിരുന്നു. അപ്പൊ
1, 2, 3 വീഡിയോനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 4ാമത് ചെയ്തത് പ്രവീൺ ഫാമിലി വിഷയം ഉണ്ടായില്ലേ? പ്രവീണിന്റെ കുടുംബത്തിൽ പ്രവീണിന്റെ അനിയനും പ്രവീണും തമ്മിൽ ഒച്ചപ്പാട്, അതുപോലെ തന്നെ അച്ഛനും അമ്മയും വഴക്ക്, ബഹളം, ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് അതിനെക്കുറിച്ച് ഇങ്ങനെ അവലോകനം ചെയ്ത് സംസാരിച്ച സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ ഒക്കെ ആയിരുന്നു 4ാം സ്ഥാനത്ത് വ്യൂസിൽ വന്ന വീഡിയോ ആയി മാറിയത്. ഇപ്പൊ ആ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ 890 വ്യൂസ് ആ വീഡിയോക്ക് കിട്ടിയിട്ടുണ്ട്. 7 മാസമായിട്ടുള്ള ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട്. പ്രവീൺ പ്രണവ് അവരുടെ വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് കൃത്യമായിട്ട് പുള്ളിയുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ചേർത്ത് ആ വിഷയത്തെ അവതരിപ്പിച്ചത്. അപ്പൊ അതാണ് 4ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന വീഡിയോ. 5ാമത് കിടക്കുന്ന വീഡിയോ ഏതാന്ന് ചോദിച്ചാൽ വിജയ് അണ്ണന്റെ സിനിമ ലിയോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ആ സിനിമ കണ്ട ശേഷം ആ സിനിമയുടെ റിവ്യൂ ചെയ്തതിനാണ് 5ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന വീഡിയോ. അപ്പൊ ഈ സിനിമയുടെ റിവ്യൂ ചെയ്തതിന് കിട്ടിയ വ്യൂസ് എത്രയെന്ന് വെച്ചാൽ 780K വ്യൂസ്. അപ്പൊ 5 വീഡിയോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8.14 8,14,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബറാണ് സീക്രട്ട് ഏജന്റ്. വലിയ യൂട്യൂബറാണ് കേട്ടോ. 3 വർഷം മുമ്പാണ് പുള്ളിക്ക് പ്ലേ ബട്ടനൊക്കെ കിട്ടിയത്. അത് കാറിൽ വെച്ചാണ് പുള്ളി ഇങ്ങനെ എല്ലാവരും ജനങ്ങളോടായിട്ട് പറഞ്ഞത്, എൻ്റെ പ്ലേ ബട്ടൺ എൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് പുള്ളിയുടെ ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നല്ലതുപോലെ പുള്ളി ഏത് വിഷയത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീഡിയോകൾ കാണാൻ ജനങ്ങൾ ഓടിയെത്തുകയായിരുന്നു. അപ്പൊ അത് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സായി കൃഷ്ണയുടെ കഴിവ് തന്നെയാണ്, അത് എടുത്തു പറയേണ്ടതാണ്. പിന്നെ എത്ര വീഡിയോകൾ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3000-ലേറെ വീഡിയോകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 3700 വീഡിയോകൾ അടക്കം അദ്ദേഹം ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിരന്തരമായിട്ട് ഡെയിലി നടക്കുന്ന വിഷയങ്ങളെ പ്രശ്നങ്ങളെയൊക്കെ കൃത്യമായ രീതിയിൽ പുള്ളിയുടേതായ കാഴ്ചപ്പാടോടുകൂടി അവതരിപ്പിക്കുന്നുണ്ട്. അത് കാണാനും കേൾക്കാനും ആളുകൾ ഓടിയെത്തുന്നുണ്ട്. അപ്പൊ സീക്രട്ട് ഏജന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഒരു യൂട്യൂബറാണ്, മികവുള്ള യൂട്യൂബറാണ്. കൃത്യമായ രീതിയിൽ അദ്ദേഹം വീഡിയോകളെ ഇഴ കീറി പരിശോധിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. കാറിലിരുന്ന് വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാര് ഇപ്പൊ വിദേശ നാടുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഉണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തില് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് ഓടിയെത്തിയതുപോലെ കണ്ടത് സീക്രട്ട് ഏജന്റിന്റെ വീഡിയോകളായിരുന്നു. പക്ഷെ അദ്ദേഹം കൂടുതലും വീട്ടിലിരുന്ന് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ കാറിൽ ഇരുന്ന് മാത്രം സംസാരിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൂട്ടുന്നത്. എന്തോ ആവട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ്. മനസ്സിലായില്ല? അപ്പൊ ഓക്കെ, ബൈ ബൈ.